തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അനീതിയെന്ന ഹൈക്കോടതിയുടെ വിമർശനം. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. അതിനിടെ ദരിദ്രരില്ലാത്ത കേരളത്തിന് ഊന്നൽ നൽകി LDF പ്രകടന പത്രിക പുറത്തിറക്കി. കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് മുട്ടടയിൽ UDF വൈഷ്ണയെ അവതരിപ്പിച്ചത്. എന്നാൽ കള്ളവോട്ട് ചേർത്തു എന്നാരോപിച്ച് CPIM പരാതിയുമായി വന്നതോടെ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തു. സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായതോടെയാണ് വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. മത്സരിക്കാനിറങ്ങിയ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കരുത് എന്നായിരുന്നു പരാമർശം. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയെടുക്കണമെന്നും നാളെ വീണ്ടും ഹിയറിംഗ് നടത്തി ഉടൻ തീരുമാനമെടുക്കണമെന്നും കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് വൈഷ്ണ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വളരെയധികം ആത്മവിശ്വാസം, അതായത് സാധാരണക്കാർക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ ഭാഗത്തുനിന്നും. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വരുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കോടതി വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കുമെന്ന വാഗ്ദാനം മുന്നിൽ വെച്ചാണ് ഇന്ന് ഇടതുമുന്നണി പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇതിനിടെ ഉള്ളൂരിലെ CPIM വിമതനായി മത്സരിക്കുന്ന ലോക്കൽ കമ്മിറ്റി അംഗം K. ശ്രീകണ്ഠനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. എത്ര വലിയ ആളാണെങ്കിലും സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ നടപടിയുണ്ടാകുമെന്ന് ജില്ലാ സെക്രട്ടറി V. ജോയിയും മത്സരിക്കുന്നയാൾ മത്സരിക്കട്ടെ എന്ന് കടകംപള്ളി സുരേന്ദ്രനും അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.